എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ക്ലാരിറ്റി ടെക് ഇൻഫോയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് മഹേഷ്. ഞാൻ കോസ്മിക് ഡെവലപ്പേഴ്സിലെ ഡിസൈനറാണ്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ വഴിപാടി എന്ന സ്ഥലത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഒരു 1540 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മളിതിന് ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മളൊരു ശകലം ഡിസൈനിൽ, അതായത് ആൾക്കാർക്ക് ഇരിക്കാനും കൊച്ചു പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള സ്പേസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പം നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസും സ്റ്റോണുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ് ടൈപ്പ് ഒരു പ്ലാന്റ് ബെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലാട്രിക്സിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മളൊരു 4-വേ ലൈറ്റും ഒരു സ്ട്രിപ്പ് ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ നേരെ മുകളിൽ തന്നെ നമ്മളൊരു ബാൽക്കണിയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നൊരു ബാൽക്കണിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റെയർ ഏരിയയാണ്. സ്റ്റെയർ ഏരിയ വന്നിരിക്കുന്ന CNC ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ 2 ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മളിവിടെ ഒരു ത്രൂ ഔട്ട് ഒരു ഷോ വാൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഷോ വാളിൽ തന്നെ നമ്മളൊരു സ്ട്രിപ്പ് ലൈറ്റും ഇതേപോലെ തന്നെ അങ്ങേ അറ്റം വരച്ചിരുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടത്തേക്ക് വരുമ്പം ഈ ഫ്രഞ്ച് വിൻഡോയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ഷെയ്ഡല്ല. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ട് പോളികാർബൺ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പം നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രീപ്പേഴ്സ് ഗേറ്റ് വിടാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ചെയ്തിട്ടില്ല, നമ്മൾ പിന്നെ ഭാവിയിൽ അത് ചെയ്യും. പിന്നേക്ക് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നത് 2 സൈഡിൽ കൂടെയും എൻട്രൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 4x2 മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് സൈഡിലേക്ക് വരുമ്പം നമ്മളിവിടെ 2 ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കസ്റ്റമൈഡ് ഫർണിച്ചറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മളൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിൻ്റെ ബാക്കിൽ തന്നെ ഒരു ജാളി വർക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വുഡൻ്റെ പ്ലാങ്കിൻ്റെ ടെസ്റ്ററാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ജാളി കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിഴക്കുവശത്തു നിന്നുള്ള വെട്ടം നമുക്ക് ഡയറക്റ്റ് ലിവിങ് റൂമിലേക്ക് കിട്ടും. അതിന് വേണ്ടിയാണ്. പിന്നെ ഈ സൈഡിലേക്കെന്ന് പറയുമ്പം 2 പ്ലാന്റർ ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് വരാം. ഇവിടെ നമ്മൾ സ്റ്റീലിൻ്റെ ഡോർസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത്. ലിവിങ് റൂമിൻ്റെ ഈ സൈഡ് നമുക്ക് ഇട്ടേക്കുന്ന ഫർണിച്ചേഴ്സ് മൊത്തം നമ്മൾ കസ്റ്റമൈഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുമ്പം ഈ വോളിലാണ് നമ്മൾ ഫോട്ടോ ഫ്രെയിംസ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു 3 പാളി ഫ്രഞ്ച് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് വിൻഡോയുടെ സൈഡ് നമ്മൾ ബോർഡറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് നമ്മൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ജിപ്സത്തിലൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കോൺക്രീറ്റിൽ തന്നെ ആ ഒരു സ്പോട്ട് ലൈറ്റ്സും കൊടുത്ത് അതിന് ചുറ്റും ഒരു ബോർഡർ കൊടുത്ത് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പം ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇത് വാൾപേപ്പറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ മുൻപേ ഞാൻ കാണിച്ചായിരുന്നത് നമ്മുടെ ആ വെള്ളത്തെ കോർട്ട്യാർഡുണ്ട്. അതിൻ്റെയാണ് നമ്മൾ ഈ ജാളി വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ രാവിലത്തെ പ്രകാശം നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ കിട്ടും. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയ്ക്കായിട്ട് നമ്മളൊരു പാർട്ടീഷന് വേണ്ടി ഒരു ആർക്കിട്രെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ പ്രോജക്റ്റിലും നമ്മൾ ചെയ്യുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് ആയിരുന്നു. ഇത് നമുക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിൽ നമ്മളിതിനൊരു ആർക്ക് പോലത്തെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുമ്പം ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്, ഡൈനിങ് സ്പേസ് വരുന്നത്. ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ടച്ച് ടൈപ്പാണ്. ഇത് 3 കളറിലാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ നമ്മളൊരു ലൂവേഴ്സ് കൊടുത്തുന്ന ഡിസൈൻ നമ്മളൊന്ന് ഭംഗി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പം നമുക്ക് ഒരു ബേ വിൻഡോ നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. ബേ വിൻഡോയിൽ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു 6 ഒക്കെയാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്നൊരു വ്യൂവിന് വേണ്ടി ബേ വിൻഡോ നമ്മൾ നൽകിയിരിക്കുന്നത്. ഇതിന് ചുറ്റും നമ്മളൊരു ബോർഡർ വുഡിൻ്റെ ഒരു ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്ട്രിപ്പ് ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യാം അതിന് വേണ്ടിയായിട്ട്. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറാം. കിച്ചണിലേക്ക് വരുമ്പം ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ആർക്കിട്രേ കർവ് ഷേപ്പ് തന്നെയാണ്. പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് വന്നു കഴിയുമ്പം അടുക്കളയിലെ കബോർഡ്സ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ACP പാനലിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ പോയിന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വാഷുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രിക് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കിച്ചണിലേക്കാണ്
ഒരു വലിയൊരു കുറച്ച് സ്പേസ് കൂടിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ് യൂണിറ്റും ഇവിടെ വിറകടുപ്പിൻ്റെ ഒരു സ്പേസ്, ഇവിടെ ഇങ്ങനെയായിട്ടാണ് നമ്മൾ അരകല്ലിൻ്റെ സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്യാസ് വെക്കാം, അതിന് ഉള്ള സ്പേസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ അടുക്കളയും കിച്ചണും നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനിയും ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 2 ബെഡ്റൂമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആകെ ടോട്ടൽ 3 ബെഡ്റൂമാണുള്ളത്. ഇതിൽ 3 വന്നേക്കുന്നത് അറ്റാച്ചാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10-11 നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബെഡ് സ്വിച്ചും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് വരുന്ന പോർഷനിൽ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വേറൊരു തീമിലാണ് അവിടെ കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെ ഡ്രസ്സിൻ്റെ യൂണിറ്റാണ്. അതിന് നമ്മളിവിടെ ഒരു മിററും നൽകിയിട്ടുണ്ട്, കുറച്ച് 2-3 നിഷും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ അറ്റാച്ച് ബാത്റൂം കാണാം. ഇതാണ് അറ്റാച്ച് ബാത്റൂം. ഇവിടെ നമ്മൾ ഓൾറെഡി എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്ലയൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റും വാഷ്, മിറർ, ഷവർ യൂണിറ്റ് ആയാലും ടാപ്പും എല്ലാം നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോകാം. ഇവിടേക്ക് വരുമ്പം നമ്മുടെ സ്റ്റെയർ യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ഫോയർ പോലെ വന്നിട്ടുണ്ട്. അവിടുന്ന് വരുമ്പോൾ നമുക്കൊരു പൂജാ റൂമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് പോകാം. ഇവിടെ നമ്മൾ സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റീലിലാണ്, സ്റ്റീൽ പ്ലസ് വുഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വുഡ് വരുന്നത് മഹാണിയിലാണ് നമ്മൾ വുഡ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പം നമ്മൾ ലാൻഡിങ്ങിൽ ഒരു CNC ഡിസൈൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പം ഇതിന് ബാക്കിലായിട്ട് നമ്മൾ ഗ്ലാസ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇത് വന്നിരിക്കുന്ന ഒരു മെറ്റൽ പ്ലേറ്റിൽ നമ്മൾ CNC കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു പർഗോള നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നാച്ചുറൽ ലൈറ്റ് നമുക്ക് എപ്പോഴും ഇതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വരുന്നത് നമ്മുടെ അപ്പർ ലിവിങ്ങിലേക്കാണ്. ഇതാണ് നമ്മുടെ അപ്പർ ലിവിങ് ആയിട്ട് വരുന്നത്. അപ്പർ ലിവിങ്ങിൽ നമ്മൾ താഴെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു ബേബിൻ്റെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേ ഡിസൈൻ തന്നെയാണ്. നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്, സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇരിക്കാനുള്ളൊരു സ്പേസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഫർണിച്ചർ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കസ്റ്റമൈഡ് ഫർണിച്ചറാണ് ഇവിടെ കിടക്കുന്നതല്ല. പിന്നെ നമുക്ക് നമ്മുടെ അപ്പർ ലിവിങ്ങിലെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂം വരുന്നത് നമ്മൾ താഴത്തെ സെയിം മെത്തേഡിൽ തന്നെയാണ് വരുന്നത്. 10-11 നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഹെഡ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലാണ്. അതുകൊണ്ടാണ് ഈ സൈഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുമ്പം നമ്മൾ താഴെ ചെയ്തേക്കുന്ന കൊണ്ട് തന്നെ ഇവിടെ ഒരു മിറർ ചെയ്തിട്ടുണ്ട്. മിറർ പ്ലസ് നിഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിയുമ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ അറ്റാച്ച് ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ താഴെ നിന്നുള്ള മാറ്റം എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ടൈൽസിൻ്റെ തീം മാത്രമേ ഉള്ളൂ നമുക്ക് മാറ്റാം. ബാക്കി എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണി മാത്രമല്ല, ഇവിടെ ഒരു ബേബിൻ്റെ കൂടി കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മളത് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. ബാൽക്കണിയിലേക്ക് വരുമ്പം നമ്മൾ ഇങ്ങനൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു എൽ ഷേപ്പാണ് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതോടുകൂടി തന്നെ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മളൊരു ജാളിയുടെ ഒരു ലൈനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേ തീം തന്നെ നേരെ ഓപ്പോസിറ്റ് 2-3 സൈഡിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡ് റെയിൽ. അതിൻ്റെ കൂടെ തന്നെ ടഫൻ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പ് നല്ല ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാനും സാധിക്കും. നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈറ്റ് സ്ഥലം കൂട്ടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും വന്നിരിക്കുന്നതും നമുക്കൊരു ചെറിയൊരു ടോയ്ലറ്റ് പോലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും കളർ തീംസ് മാറ്റമുണ്ട്, അത്രയേ ഉള്ളൂ അതിനകത്ത് നിന്ന്. ഇതിൻ്റെ ഇവിടെ ഈ സൈഡിലാണ് നമ്മൾ ബെഡിൻ്റെ പൊസിഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ഇതിന് ഒരു ചെറിയൊരു ബാൽക്കണിയാണ്. ഒരു അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ട്. നമുക്കിവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. സ്ക്വയർ ട്യൂബ് പ്ലസ് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാലും നമ്മൾ റോഡിൻ്റെ വ്യൂ ആണെങ്കിലും നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ വ്യൂ എല്ലാം നല്ല ഭംഗിയായി തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ടെറസിലേക്ക് കയറാം. ടെറസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ചെറിയൊരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ തുണി കഴുകിയിടാനുള്ള സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേളിലേക്ക് കയറാനുള്ള ഒരു ലാഡർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാമാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. കോസ്മിക് ഡെവലപ്പേഴ്സിന് എല്ലാ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. ഈ പ്ലാൻ വരച്ച്
എന്നെ ബോധ്യപ്പെടുത്തിയ സമയം തൊട്ട് എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു കൺസ്ട്രക്ഷൻ പകുതിയായതിനു ശേഷം എനിക്ക് ബോധ്യമായത്. അത് ശ്രീ ശിവാനന്ദൻ്റെയും ശ്രീ ഹരിയുടെയും, ഞങ്ങളുടെയൊക്കെ ഹരി അക്ഷീണമായ പ്രയത്നവും അവരുടെ ഭാവനയും എനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത രീതിയിൽ ഈ പ്രോജക്റ്റ് അവർ ഡെവലപ്പ് ചെയ്തു. അതോടൊപ്പം വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷണം. ഞാൻ പലപ്പോഴും ദൂരെ ആയിരുന്നുകൊണ്ട് ഇവിടെ വരാൻ പോലും പലപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് അവരിലുള്ള വിശ്വാസം വളരെയധികം അവർ കാത്തുരക്ഷിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. അതിൽ 150% കൂടുതൽ അവർ എൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വളരെ ഭംഗിയായി ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് അവർ ഈ പ്രോജക്റ്റിനെ കൊണ്ടുപോയി. എനിക്ക് അതിന് കോസ്മിക് ഡെവലപ്പേഴ്സിൻ്റെ സാരഥികളായ ശ്രീ ശിവാനന്ദനും ശ്രീ ഹരിയോടും നിസ്സീമമായ സന്തോഷം ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ അവർ സെലക്ട് ചെയ്തിരുന്ന ഓരോ പണിക്കുമായി സെലക്ട് ചെയ്തിരുന്ന ജോലിക്കാർ അവരൊക്കെ തന്നെ വളരെ സമയം നോക്കാതെ പണിയെടുത്ത്, ഞാനിവിടെ വരുമ്പോൾ കണ്ടിട്ടുണ്ട്, സമയം നോക്കാതെ പണിയെടുത്ത് വളരെ സിൻസിയറായി അത് പൂർത്തീകരിച്ചു. കോസ്മിക്കിൻ്റെ സൂപ്പർവൈസേഴ്സ്, അവരുടെ ഓഫീസ് സ്റ്റാഫ്, എല്ലാവരുടെയും സഹകരണം ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇത് പറയാൻ, അതിൻ്റെ പ്രോജക്റ്റിനെ പറ്റി, അതിൻ്റെ ഇപ്പോഴത്തെ രീതിയെ പറ്റി പറയാൻ ശരിക്കും വാക്കുകളില്ല. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ലെവലിലേക്ക് ഇപ്പോൾ കാണുന്ന ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഇത്ര ഭംഗിയായിട്ട് ഇത് വരുമെന്ന് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഈ പ്ലാനൊന്നും കണ്ടാൽ പ്രത്യേകിച്ചൊരു ഇത് തോന്നുന്ന ആളല്ല. പക്ഷേ എനിക്ക് വളരെ 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 ഭംഗിയായി ഇത് ചെയ്തതിൽ എൻ്റെ കുടുംബത്തിനും സന്തോഷമുണ്ട്. അപ്പം കോസ്മിക്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഭാവി പ്രവർത്തനങ്ങൾക്ക് എൻ്റെ വളരെയധികം മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഉറഞ്ഞു വരുന്ന നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. അവർ മറ്റ് പ്രോജക്റ്റുകളിലും ഇതേപോലെ നന്നായി വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ അതിനെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ശ്രീരാജ്.